നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുൽഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ വെറും 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. തിളയ്ക്കുന്നത് വരെ ഈ പാലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഈ പാല് കുറുകി പകുതി ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. പാലിപ്പോൾ ചെറുതായി വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം എടുക്കും. അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പാൽ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലായതുകൊണ്ട് മുഴുവനായിട്ടും വറ്റിപ്പോവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. പാല് കുറുകി പകുതിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട്. ഇനി ഇത് തണയാനായിട്ട് താഴേക്ക് ഇറക്കി വെക്കാം. പാലിപ്പോൾ നല്ലോണം തണഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം. പാലടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ സ്റ്റീൽ ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മൗൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഇനി ഞാൻ കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് കവർ കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഗ്ലാസിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ ഗ്ലാസും ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ് ഇതിനുള്ളിലൂടെ ഇറക്കി കൊടുക്കാം. സ്റ്റിക്കിൻ്റെ അടിഭാഗം താഴെ തട്ടുന്ന രീതിയിൽ ഇറക്കി വെക്കണം. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കണം. ഒരു നൈറ്റ് ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് ഗ്ലാസ്സിൽ നിന്ന് വിട്ട് വരാനായിട്ട് ഒരല്പം വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ് ഞാൻ ഈ ഗ്ലാസ്. ഇനി നമുക്ക് ഇതിൻ്റെ കവറൊക്കെ മാറ്റാം. ഇനി ഇതൊന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.